ലൈഫിൽ സക്സസ് ആയവരെ നാം നിരീക്ഷിച്ചാൽ അവരിലൊരു പൊതു സ്വഭാവം കാണാം. വ്യക്തമായ വിഷൻ, കൃത്യമായ ആനുവൽ റിവ്യൂ. നമ്മുടെ ലൈഫും ഈ ഷഅബാൻ 15 ബറാഅത്ത് രാവിനെ ഒന്ന് റീസെറ്റ് ചെയ്താലോ? ഒരു ആനുവൽ സ്പിരിച്വൽ ഓഡിറ്റിംഗ്. പ്രമുഖ താബിഉം മുഫസ്സിറുമായ ഇക്രിമ റളിയല്ലാഹു അൻഹു സൂറത്തു ദുഖാനിലെ ഈ ആയത്തിനെ വിശദീകരിച്ച് പറയുന്നത് കാണാം. നമ്മുടെ റിസ്ഖ് അഥവാ ഉപജീവനം, മരണം, ജനനം, ഹജ്ജ്, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ തുടങ്ങിയ നിർണായകമായ 5 കാര്യങ്ങളുടെ മാസ്റ്റർ പ്ലാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ ഏൽപ്പിക്കുന്നുവെന്ന്. എന്തിനാണ് ഈ രാത്രി ഇത്രയധികം ഗൗരവത്തോടെ കാണുന്നതെന്ന് ഉസാമ ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചോദ്യത്തിന് മനോഹരമായ ഒരു മറുപടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകുന്നുണ്ട്. മനുഷ്യരുടെ കർമ്മങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ സവിധത്തിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് ഈ വിശുദ്ധമായ ഷഅബാൻ. എൻ്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുമ്പോൾ ഞാനൊരു നോമ്പുകാരനായിരിക്കാൻ ഇഷ്ടപ്പെടുന്നുവെന്നാണ് അവിടുന്ന് മറുപടി പറഞ്ഞത്. അമലുകൾ സമർപ്പിക്കപ്പെടുമ്പോൾ ഏറ്റവും മികച്ച അവസ്ഥയിലാകണമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗ്രഹം നമുക്ക് പാഠമാകണം. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തൻ്റെ ഇഹ്യയിൽ ഈ രാവിനെ ലൈലത്തു ശഫാഅ അഥവാ ശുപാർശയുടെ രാത്രി എന്നാണ് വിശേഷിപ്പിച്ചത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിരന്തരമായ പ്രാർത്ഥനയുടെ ഫലമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രാവിൽ അവിടുത്തെ ഉമ്മത്തിന് മുഴുവനും ശഫാഅത്ത് നൽകി എന്നത് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. ഈ പവിത്രമായ രാവിൽ 3 സൂറത്തുൽ യാസീൻ ഓതിയും പകലിൽ നോമ്പനുഷ്ഠിച്ചും നമുക്ക് ധന്യരാകാം.